ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ ഫ്രണ്ടിന് മുടി വെട്ടാനായിട്ട് തൃപ്പൂണിത്തുറ പോവാട്ടോ. തൃപ്പൂണിത്തുറ ഫാബിൽ ഇപ്പോൾ ഒരു വൈകുന്നേരമാണ് ഈവനിങ്. ഇനി നത്തച്ചമയം കൂടിയാണ്. സോ ബ്ലോക്കൊക്കെ ആയിരിക്കും അവിടെ. ഇപ്പോൾ നടന്നുകൊണ്ട് വീഡിയോ ഒന്നിട്ട് അത്ര സ്റ്റെബിലിറ്റി ഉണ്ടായില്ല കേട്ടോ. സോ നമുക്ക് കടയിൽ എത്തിയിട്ട് കാണാം. പിന്നെ എനിക്കൊരു യൂണിഫോം പാൻറ്റൊക്കെ മേടിക്കണമെന്ന്. ഈ യൂണിഫോം പാൻറ്റ് ഈസ് ടു ഷോകം. എനിക്ക് കുറച്ച് ടൈറ്റ് അല്ല, എനിക്ക് കുറച്ച് ഇറക്കം കുറവാണ്. ഞാൻ ഇച്ചിരി പൊക്കം വെച്ചെന്ന് തോന്നുന്നു. അതുകൊണ്ട് അതെനിക്ക് ഭയങ്കര ഇറക്കം കുറവാണ്. പിന്നെ അത് ഭയങ്കര നാരോ ആയിട്ടിരിക്കണം, അതെനിക്ക് ഇഷ്ടമില്ല. ഞാൻ ഇച്ചിരി വൈഡ് ആംഗിൾ ആയിട്ടുള്ളൊരു ട്രൗസർ പോലത്തെ ഒരു ഫോർമൽ പാൻറ്റ്സ് മേടിക്കണം എന്ന് വിചാരിക്കണം. അതവിടെ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ കിടക്കരുത് നോക്കണം. പിന്നെ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കാണാം കേട്ടോ. മേ തിരക്കായിരിക്കും, തൃപ്പൂണിത്തുറയിലോട്ട് ബ്ലോക്കൊക്കെ ആയിരിക്കും. സോ ആക്ച്വലി ഞാൻ എൻ്റെ ഫ്രണ്ട് കയറിയ ബസ്സിൽ കയറണം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ബസ്സിൽ വൈകിപ്പോയി. പിന്നെ LS ഒന്നും ND സ്റ്റോപ്പിൽ നിർത്തില്ല. സോ ഞാൻ അപ്പുറത്ത് വരെ നടന്നു പോകണം. സോ നടക്കാനും എനിക്ക് വയ്യായിരുന്നു. ഇനി ആ ബസ് പോയി. അപ്പം ഞാൻ വെക്കുന്ന ഓടട്ടെ, അടുത്ത ബസ്സിന് എനിക്ക് പോകണം, പച്ച ബസ്സിന്. ഓക്കെ ബൈ, ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇതാണ് കേട്ടോ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ട്. ഇവിടെയാണ് അത്തച്ചമയത്തിൻ്റെ ഈ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലത്തെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ടാവും നമ്മുടെ ഓണം തുടങ്ങിയാൽ അത്തച്ചമയത്തിൻ്റെ അന്ന്. അപ്പോൾ ഇതിൽ കയറുന്നവരൊക്കെ ശ്രദ്ധിക്കുക, ഇതിന് വലിയ സേഫ്റ്റി ഒന്നുമില്ല കേട്ടോ. ഇവിടെ കുറേ കടകളും ഐസ്ക്രീം അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ട്. അങ്ങനെ നേരെ ഒന്ന് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിട്ട് ചാരുതയിലോട്ട് നടക്കുകയാണ് കേട്ടോ. സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണല്ലോ ചാരുത. അപ്പോൾ ഓണമായതുകൊണ്ട് തന്നെ സൈഡിലൊക്കെ കുറേ പൂവ്, അങ്ങനെ കുറേ ഓണം സ്പെഷ്യലായിട്ടുള്ള കുറേ സാധനമൊക്കെ ഉണ്ടായി കേട്ടോ. പിന്നെ ചാരുതയിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്തായാലും എല്ലാവരും ഷോപ്പിങ്ങിന് ഇറങ്ങുന്ന ടൈമാണല്ലോ ഇത്. പിന്നെ ബില്ലടിക്കാനായിട്ട് കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ ബില്ലടിക്കാനിരിക്കുക കേട്ടോ. നമ്മൾ മേടിച്ച പാൻറ് ഒരു സൈസ് നല്ല വലുതാട്ടോ. അപ്പോൾ എന്തായാലും നമുക്കത് അടിച്ചെടുക്കണം. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ എരൂർ ബസ്സിൽ കയറിയിട്ട് ഈ SN ജംഗ്ഷനിൽ എത്തണമെങ്കിൽ ഇത്തിരി പണിയാണ്. അപ്പോൾ എരൂർ ബസ്സിൽ കയറിയിട്ട് അവിടെ നിന്ന് കുറച്ച് നടക്കണേ. എന്ന് വെച്ചാൽ SN ജംഗ്ഷൻ്റെ ജംഗ്ഷനില്ലേ, അവിടെയാണ് നമുക്ക് പോകേണ്ടത്. അത് ഇച്ചിരി നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നടന്ന് നമുക്ക് സ്ഥലം എവിടെയാണെന്ന് ശരിക്കറിയില്ല. ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഈ കടയിൽ നിന്ന് എനിക്ക് നമ്മളത് പാൻറ്റൊക്കെ മേടിച്ചു. സോ നമുക്കിനി മുടി വെട്ടാൻ പോവാം. ഹെയർ കട്ടിയാണ്. കട തുറന്നിട്ടുണ്ടാന്ന് അറിയില്ല. സോ നമുക്ക് എന്തായാലും നോക്കാം കട തുറന്നിട്ടുണ്ടോ ഇല്ലയെന്ന്. തുറന്നാൽ കടന്നിട്ട് കേട്ടോ, അല്ലെങ്കിൽ വേറെ കട തുറക്കണം കേട്ടോ. ബൈ. അപ്പം നമ്മൾ കടയിലെത്തിയിട്ടോ. ഇതാണ് കട. ഇത് തൃപ്പൂണിത്തുറയിലുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും, ഫാബ് ഫാമിലി സലോൺ അങ്ങനെ എന്തോ ആണ് സംഭവം. അപ്പോൾ ഇതാ ലെൻസ് കാർട്ടിൻ്റെ പൊക്കത്താണ് കേട്ടോ. അപ്പം നമ്മുടെ എത്തിയപ്പോഴത്തേക്ക് ഐ തിങ്ക് ഒരു 5:30 ആ ടൈമൊക്കെ ആയിട്ടോ. നല്ലോണം വൈകിയിരുന്നു. നമ്മൾ അവിടെ ചെന്നപ്പോൾ ഒരു 5:30 ടൈമായിട്ടോ. അപ്പം നല്ലോണം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇച്ചിരി കൂടെ നേരത്തെ പോകണമായിരുന്നു. ബിക്കോസ് നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ കുറച്ചൊരു ഹെയർ കട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് പേര് അവിടെ വെയിറ്റും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇത് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു അപ്പോയിൻമെൻറ്റ് വേണം, ലേറ്റായി, ഇതൊക്കെ എന്താണ് തിരക്കാണ് അങ്ങനെയൊക്കെ പറഞ്ഞ്. അങ്ങനെ നമ്മൾ നടന്ന് വേറൊരു ഹെയർ സലൂൺ കണ്ടുപിടിച്ച് ഗൈസ് ഗൂഗിളൊക്കെ നോക്കിയിട്ട്. അപ്പോൾ അവിടെയാണെങ്കിൽ ഒറ്റ മനുഷ്യരും ഇല്ല, നല്ല കുഴപ്പമില്ല, നല്ല ഭംഗിയൊക്കെ ഉണ്ട്, സെറ്റപ്പൊക്കെയാണ്. അപ്പോൾ നമ്മൾ അവിടെ കയറി ഈ വി മാർട്ടിൻ്റെ ഫ്രണ്ടിലുള്ള ഹെയർ ഷിപ്പ് എന്നാട്ടോ അതിൻ്റെ പേര്. നല്ലതാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇത്ര അവൾ നല്ല ഷോർട്ടാക്കിയിട്ട് ഹെയർ കട്ട് ചെയ്തിട്ട് അത്രയും മുടി അവളുടെ മുറിച്ച് കളഞ്ഞ് ഗായ്സ് നോക്കൂ താഴ്ത്ത് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്തെങ്കിലും നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ബാക്കി ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഈ ഒരു വ്ളോഗ്. പിന്നെ അടുത്തതായിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് ഓണത്തിൻ്റെ തലേ ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. ഓണത്തിൻ്റെ തലേ ദിവസം ഷോപ്പിങ്ങിന് പോയ സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു. പക്ഷേ ഞാൻ ഷോപ്പിങ്ങിന് പോയ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ആഡ് ചെയ്യാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും കണ്ടോട്ടോ. അപ്പോൾ ഇതൊരു അവിയൽ പരുവത്തിലുള്ളൊരു ഓണത്തിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് ദിവസത്തെ വ്ളോഗ് അങ്ങനെ വേണമെങ്കിൽ കരുതാട്ടോ. അപ്പോൾ ഇത് നമ്മൾ തലേ ദിവസം ഈ സദ്യ ഉണ്ടാക്കാനുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വരികയാണ് കേട്ടോ. നമ്മൾ ഒരു വെള്ള കളർ അച്ചാർ ഉണ്ടാക്കിയില്ലേ, ആ അച്ചാർ മേടിക്കാനായിട്ട് ആ വലിയ നാരങ്ങ ഉണ്ടല്ലോ, ആ നാരങ്ങ മേടിക്കാൻ വന്നേക്കാണ്. പിന്നെ തേങ്ങ, മാങ്ങ, അതൊക്കെ ഈ രാത്രിയൊക്കെ പുറത്തിട്ട് പോകുമ്പോൾ, രാത്രിയല്ല രാവിലെ ഉണ്ടാവും ഇങ്ങനെ ഓണത്തിന് ഓണത്തപ്പൻ, പിന്നെന്താണ് കൃഷ്ണൻ വിഷുവിനാണല്ലേ. അപ്പോൾ പിന്നെ വേറെന്താ പൂവ്, ഇങ്ങനെ കുറേ പൂവൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ നല്ല രസമാണ് കേട്ടോ ഓണത്തിന് പുറത്തോട്ടിറങ്ങി. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്നെ നിങ്ങളൊന്ന് കണ്ടോളൂ. എപ്പോഴും ബാക്ക് ക്യാമറയിൽ സ്ഥലങ്ങൾ മാത്രം കാണിച്ച് നിങ്ങൾക്ക് വിഷമമായാലും എന്നെ കണ്ടില്ലെന്ന് വെച്ചിട്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ക്ലിപ്പും കൂടെ എടുത്തു. അപ്പോൾ ഇത് സ്റ്റാൻഡാണ് കേട്ടോ, ബസ് കയറുന്ന അവിടെയാണ്. പിന്നെ അതിൻ്റെ പുറകെ കൂടെ മറ്റേ കടകളൊക്കെ ഉള്ള അവിടെ ഇല്ല. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും കയറാറുള്ള കടയാണ് കേട്ടോ. എനിക്ക് ഫേസ് റേസറും അതൊക്കെ മേടിക്കാനായിട്ട് ഈ കട എനിക്ക് ഇഷ്ടമാണ്. ഇത് ഗായത്രിയാണ് കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഈ കടയുടെ ഒരു ടൂറ് തരാമെന്ന് വിചാരിച്ചു. ആ സ്ലൈഡ് കണ്ട ഗൈസ്, ആ കുഞ്ഞ് റാബിറ്റിനെ പോലത്തെ സ്ലൈഡ്. അത് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് കാണുന്നത്, അല്ലെങ്കിൽ ഞാനത് എന്തായാലും മേടിച്ചു. നല്ല രസമുണ്ടല്ലേ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് അലവലായ സാധനമൊക്കെ ഞാൻ മേടിച്ച് വെക്കും കേട്ടോ, എൻ്റെ ബേബിക്ക് കൊടുക്കാൻ ഇനിമേ. അപ്പോൾ ഇത് ഇവിടെ കുറച്ച് കോസ്മെറ്റിക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ചുമ്മാ വീഡിയോ എടുത്തു. ലാക്മേ ഈ എല്ലാ കടയിലും പണ്ട് തൊട്ടേ ഉള്ള ഇതാണല്ലോ ലാക്മേയുടെ
ഓജി ഓജി ഓക്കെ. കുറേ നെയിൽ പോളിഷൊക്കെ ഉണ്ട് കേട്ടോ, പല പല കളറുള്ള. ഇതേ കണ്ടോ, പൂവ് നല്ല രസമുണ്ട് കേട്ടോ, കുറേ പൂവൊക്കെ ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് ചാരുതയുടെ ഫ്രണ്ടിലുള്ളൊരു റോഡ് സൈഡിലുള്ള ഒരു കട പോലത്തെ കടയുണ്ട്. ഇത് വീട്ടിലിടണ ഉടുപ്പൊക്കെ കിട്ടണ ഒരു കടയാണ്. ഇവിടെ പണ്ട് തൊട്ട് വരാറുള്ള ഒരു കടയുണ്ട്, നല്ല രസമാണ്. ഇവിടെ കുറേ മറ്റേ പല പല പടമുള്ള നിക്കർ അങ്ങനത്തെ കുറേ സാധനമൊക്കെ കിട്ടും. ഇതാണ് കേട്ടോ ആ കടയിൽ ഓണർ. എന്നുവെച്ചാൽ ഇതാണ് കേട്ടോ ആ കടയല്ല, ഇങ്ങനെ റോഡ് സൈഡിലായിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഹോൾ എന്തൊക്കെ മേടിച്ചതെന്ന് ഓണം വ്ളോഗിലിട്ടിട്ടുണ്ട്, എല്ലാവരും കാണും കേട്ടോ അടുത്ത്. അപ്പോൾ അവിടെ നിന്ന് രണ്ട് നിക്കറും പിന്നെ എന്താ മേടിച്ചത്, ടീഷർട്ട്, അങ്ങനെ കുറച്ച് സാധനമൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് നേരെ പച്ചക്കറി മേടിക്കാൻ പോയിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ, എല്ലാം തൊട്ടപ്പുറത്ത് കണ്ട പറകിൽ ചാരുത. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സദ്യ ഉണ്ടാക്കാനായിട്ട് ഉള്ളി അങ്ങനെ എന്തൊക്കെയാണ് മേടിച്ചതെന്ന് ഇപ്പം ഞാൻ ക്ലിയർ ആയിട്ട് ഓർക്കുന്നില്ല ഗൈസ്. ഇവിടെ നല്ല ഫ്രഷ് പച്ചക്കറി, നല്ല ക്യാബേജൊക്കെ നല്ല ഭംഗിക്ക് നല്ല വെളുത്ത് തുടുത്തിരിക്കണ്ടായി കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് പച്ചക്കറിയാണ്. അപ്പോൾ അതൊക്കെ മേടിച്ചു. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഈ ആയുർവേദ മരുന്നൊക്കെ കിട്ടുന്ന കടയിൽ നിന്ന് ഈ ഒരു കൺമഷി കണ്ടോ, ഇത് കണ്ണിൽ തേച്ച് എന്തോ ഇറിറ്റേഷൻ ആവില്ലെന്നോ നല്ലതാണെന്നെന്തോ പറഞ്ഞിട്ട് ഇവർ മേടിക്കണതാണ്. എനിക്കറിയില്ല, അതിന് നല്ല അത്യാവശ്യം വിലയുണ്ടെന്ന് തോന്നണം കേട്ടോ. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഫ്രൂട്ട്സ് കടയുണ്ട് കേട്ടോ, കണ്ട കുറേ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. മാങ്ങ ഒന്നും ഉണ്ടായില്ല, അതുകൊണ്ടൊന്നും മേടിച്ചില്ല. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.